പ്ലസ് ടു പരീക്ഷയിൽ തുടർച്ചയായി 100% വിജയം നേടിയ ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂൾ അൺഎയ്ഡഡ് വിഭാഗത്തിൽ മെറിറ്റ് ഡേയും പരിസ്ഥിതി ദിനാചരണവും സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ ഡോക്ടർ കെ.സി. പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ ബി സജിത്ത് അധ്യക്ഷത വഹിച്ചു. മ്യൂസിക് റിയാലിറ്റി ഷോ താരം ഗോവിന്ദ് വേനായിത്ത് മുഖ്യാതിഥിയായി സംബന്ധിച്ചു. ഹയർ സെക്കൻഡറി എയ്ഡഡ് വിഭാഗം പ്രിൻസിപ്പാൾ പി.കെ. ശ്രീജിഷ്, പ്രധാനാധ്യാപകൻ കെ.എസ്. കിരൺ, ഇംഗ്ലീഷ് മീഡിയം എൽ.പി. വിഭാഗം പ്രധാനാധ്യാപിക ബി അമ്പിളി, പി.ടി.എ. പ്രസിഡന്റ് എം.ഡി. സുരേഷ് കുമാർ, അഡ്മിനിസ്ട്രേറ്റർ കെ.എം. അനിൽ, എൽ.പി. വിഭാഗം അഡ്മിനിസ്ട്രേറ്റർ പി.കെ. മജീദ്, അധ്യാപകരായ സീമ, ജീന, മറ്റ് അധ്യാപകർ തുടങ്ങിയവർ സംസാരിച്ചു. പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. സംഗീത വിരുന്നും അരങ്ങേറി. പഠിപ്പിച്ച് ഏറ്റവും ടോപ്പിലെത്തിക്കുക എന്നുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. അതൊരു അപൂർവ അവതാരമാണ്. കാര്യം നമ്മൾ പല അധ്യാപകരെയും കാണാറുണ്ട്. എന്തിനു വേണ്ടിയാണെന്നുള്ള ഓരോരുത്തർക്കും ഓരോ സമീപനങ്ങളാണ്. ഒന്ന് ജീവിതോപാധിയാണ് അധ്യാപനം, രണ്ടാമതാണ് ബാക്കിയുള്ളതൊക്കെ വരുന്നത്. പക്ഷേ അതിനേക്കാൾ ഉപരി വേറൊന്നുണ്ട്. ഞങ്ങളുടെ ഡോക്ടർമാരുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒന്ന് ജീവിത ഉപാധി, ജീവിക്കാനുള്ള കാശുണ്ടാക്കണമെങ്കിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തി, അത് അധ്യാപനമാകാം, ആതുര സേവനമാകാം. എന്നാൽ അതിലുപരി മറ്റൊന്നുണ്ട്. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു കാര്യം. നമ്മൾ കുട്ടികളെ നിന്ന് പഠിക്കുന്നതാണ്. കുട്ടികൾ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ മുഖത്ത് നോക്കിയാൽ കാണുന്ന അവരൊരു സംതൃപ്തിയുണ്ട്, ഒരു കണ്ടൻമെൻ്റ് ഉണ്ട്. ആ കാര്യം വിജയികൾക്ക് എല്ലാവർക്കും ആദ്യമായിട്ട് എല്ലാ വിജയാശംസകളും നേരുകയാണ്. അപ്പോൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും വിജയാശംസകൾ അഡ്വാൻസ് ആയിട്ട് നേരുകയാണ്. അപ്പോൾ എല്ലാവരും മാഷ് പറഞ്ഞ പോലെ നല്ല വിജയമൊക്കെ നേടുക. അപ്പോൾ എന്തായാലും നമ്മൾ പഠിച്ച സ്കൂളിലേക്ക് ഗസ്റ്റായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സംഭവമായ ഒരു കാര്യമാണ്. അപ്പോൾ ഭയങ്കര വേറെ ഫംഗ്ഷനിൽ പോകുന്നതിനെക്കാട്ടും കൂടുതൽ നമുക്ക് ഈ പഠിച്ച സ്ഥലത്ത് വളരെ ഒരു പ്രത്യേക ഒരു ഫീലാണത്. ഞാനിവിടെ +1 +2 പഠിച്ചിട്ടില്ലെങ്കിലും ഇവിടെ ഹൈസ്കൂളിൽ ഞാൻ ഇവിടെ പഠിച്ചിട്ടുണ്ട്.